ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ആദില എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ആ കൊച്ചിന് വല്ല ബോധവും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ടാർഗറ്റ് ചെയ്യാം, ബിഗ് ബോസ് ആണ്, അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഓരോരുത്തരെയും ഔട്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഇത് ആദിലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നത് പറയാം. അതായത് ബോട്ടിലുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് അനീഷിന്റെയാണ് കമ്പനി, അനീഷ് കുപ്പികൾ എടുക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ആദില ചെന്നിട്ട് പറയുന്നു, എൻ്റെ കൈവശം 3 കുപ്പിയുണ്ട്, എൻ്റെ കുപ്പി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, കുപ്പി ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുതരൂ. അദ്ദേഹം വളരെ മാന്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി ഉറപ്പാക്കിയിട്ട് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നു. വലിയ ബോട്ടിൽ എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആദില പറയുന്നു 2-3 ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, എന്നാലൊന്ന് കാണിച്ചു തരൂ, കണ്ടതിന് ശേഷം ഉറപ്പാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിരിക്കുന്ന, ജ്യൂസ് വെച്ചിരിക്കുന്നു, കുപ്പി വെച്ചിരിക്കുന്നു, വെള്ളം വെച്ചിരിക്കുന്ന ആ ഒരു എന്താണ് ഒരു ടേബിള്. അപ്പോൾ അതിൻ്റെ പുറത്ത് ആദില കയറിയിരിക്കുന്നു. ആദില കയറി ഇരുന്നിട്ട് പറയുന്നു, വലിയ ബോട്ടിൽ ഞാനാണ്, മതിയോ എന്ന് ചോദിക്കുന്നു. എന്തുവാടെ, കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ? ഈ പെണ്ണിനെന്ന് പറയാൻ പറ്റണോ, ഇനി ഈ ചെറുക്കനെന്ന് പറയണോന്ന് അറിയില്ല. കാരണം നമുക്കറിയാം ആദില നൂറയിലെ ആദില തന്നെയാണ് അവരുടെ ഹസ്ബൻഡ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു പുരുഷന്റെ സാമർത്ഥ്യം തന്നെയാണ് ആദില പലപ്പോഴും കാണിക്കുന്നത്. അപ്പം നമുക്ക് അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ പുള്ളിക്കാരത്തി അങ്ങനെ ചോദിക്കുകയാണ് അനീഷിനോട്. അപ്പം ആ സമയത്തിന് തന്നെ നമ്മുടെ നൂറ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ വെച്ചിരുന്ന ബോട്ടിൽ കുപ്പി തട്ടിയിടുകയാണ്. തട്ടിയിടുമ്പോഴത്തേക്ക് അനീഷിന് ദേഷ്യം വരികയാണ്. കാരണം പുള്ളിക്കാരൻ്റെ കമ്പനിയാണ്, പുള്ളിക്കാരൻ്റെ കമ്പനി കയറിയിട്ട് അവിടെ ഇരിക്കുന്ന കുപ്പി തട്ടിയിടേണ്ട ഒരു കാര്യവും നൂറയ്ക്കില്ല. കൊച്ചു കുട്ടി കളിക്കുന്ന സ്ഥലം അല്ല അത്. അപ്പോൾ നമ്മുടെ ആദിലയാണെങ്കിൽ അതിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത്. അങ്ങനെ അനീഷ് പറയുന്നത്, ഇറങ്ങ് 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 ഇറങ്ങ്, ഇതിൻ്റെ പുറത്ത് കയറാൻ പാടില്ല, ഇറങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആദില ഇറങ്ങുക ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നൂറ വന്നിട്ട് ഈ ഒരു ഇത് കാണിക്കുന്നത്. നൂറ ശരിക്കും 5 വയസ്സ് പ്രായമുള്ള ഇള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ കുട്ടി ഇത്തരം കാണിക്കാനായിട്ട്. അങ്ങനെ ബോട്ടിൽ തട്ടിയിടുമ്പോൾ അനീഷിന് ദേഷ്യം വരുന്നു. അങ്ങനെ അനീഷ് 2 തവണ അവിടെ ഇരുന്ന വെള്ളം ഇങ്ങനെ തുള്ളിച്ച് എടുത്ത് ദേഹത്തേക്ക് കുടയുന്നു. അതായത് വെള്ളം എടുത്തിട്ട് നമ്മുടെ നൂറയുടെ ദേഹത്ത് കുടയുന്നു. അപ്പോൾ നൂറയുടെ ദേഹത്ത് വെള്ളം കുടഞ്ഞപ്പോൾ ഒരുപാട് ഫീൽ ചെയ്തത് ആർക്കെന്ന് വെച്ചാൽ ആദിലേക്കാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അവർ ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം. പക്ഷേ ബിഗ് ബോസിനുള്ളിൽ ഇപ്പോൾ അവർ രണ്ടൊരു പാർട്ട്ണറാണോ എന്നുള്ളതിലൊന്നും വിഷയമല്ല. ഇപ്പോൾ 2 പേരും 2 കണ്ടസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഇരിക്കെ നൂറയെ ഇപ്പോൾ അനീഷ് അറ്റാക്ക് ചെയ്താലും അവിടെ ആദിലേക്ക് ഇത്രയേറെ പൊള്ളേണ്ട കാര്യമില്ല. ഇത് ബിഗ് ബോസ് വീടാണ്. ഇവിടെ 2 പേരെയും 2 മത്സരാർത്ഥികളായിട്ട് നിർത്തിയിരിക്കുമ്പോൾ ആദില അങ്ങനെ അതിന് പകരം വീട്ടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ആദില എന്ത് ചെയ്തെന്നു, ഇത് കണ്ടിട്ട് ആദിലയ്ക്ക് സഹിക്കുന്നില്ല. പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് കിറുമി അടിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന വലിയ ഒരു പാത്രത്തിലിരുന്ന ആ വെള്ളത്തിൽ കൈയിട്ട് കലക്കുന്നു. എന്നിട്ട് ആ വെള്ളം നിലത്തേക്ക് ഒഴിക്കുന്നു. എന്ത് പോക്കണം കിടണം ഈ പെണ്ണ് കാണിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കുടിയാ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളാണെന്ന് ഇവറ്റൊക്കൊന്നും ഒരു ബോധമില്ലേ? നമ്മളൊക്കെ ഒരുപാട് വെള്ളത്തിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്. എത്രയോ എത്രയോ ദൂരം പോയി വെള്ളം ചുമന്നുകൊണ്ട് തലയിലും ഇടുപ്പിലൊക്കെ ആയിട്ട് വച്ചിട്ട് വീട്ടാവശ്യങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാവോ? ഇപ്പോഴാണ് അതിന് ഇത്തിരിയെങ്കിലും ആശ്വാസം ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി. മോന്ത പിടിച്ച് നിലത്തിട്ട് ഒരച്ചാൽ എന്താന്ന് വരെ തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് ദേഷ്യം വന്നു. വെള്ളത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ ദിനചര്യയിൽ നമുക്ക് ഭക്ഷണമില്ലാത്ത ഒരു ദിവസമൊക്കെ കിടക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വെള്ളമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. കുടിക്കണമെങ്കിൽ, മുഖം കഴുകണമെങ്കിൽ, പല്ല് തയ്ക്കണമെങ്കിൽ, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ, കുളിക്കണമെങ്കിൽ, എന്ന് വേണ്ട സകലമാന കാര്യങ്ങൾക്ക് വിട്ടിരിക്കുന്ന വസ്ത്രം കഴുകണമെങ്കിൽ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് വെള്ളമില്ലാണ്ട് ഒരു കാര്യം വെക്കില്ല, ഒരു കാര്യവും നടക്കില്ല. ചോറ് വെക്കണമെങ്കിലും കറി വെക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് വെള്ളത്തിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പൊ ഈ പുള്ളിക്കാരത്തി വെള്ളം തട്ടിക്കളഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അങ്ങനെ പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ അപ്പോൾ അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ, അതിനുശേഷമല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആദില ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് ആദിലയുടെ ഗെയിം മുന്നോട്ട് വരുന്നത്. അത് ചിന്തിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അതായത്
എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്തി അങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ ആദില തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷിനെ കാണുമ്പോൾ പുള്ളിക്കാരത്തിയുടെ ബാപ്പയെ ഓർമ്മ വരുന്നു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അനീഷിനെ കാണുമ്പോൾ ബാപ്പയെ ഓർമ്മ വരുന്നു. അനീഷിനെ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിലും മോളെ, ക്വിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോ. രേണു സുധി പേനിന്റെ വിഷയം വന്നപ്പോൾ ക്വിറ്റ് ചെയ്ത് പോയതുപോലെ അതിൽ ക്വിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. അതാണ് അന്തസ്. അല്ലാണ്ട് അവിടെ കിടന്ന് എൻ്റെ ബാപ്പായെ ഓർമ്മ വരുന്നെന്ന് പറഞ്ഞ് കിടന്ന് തിളക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിനുശേഷം അതിനേക്കാൾ ഏറെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.